കോൺഗ്രസിന് തുർക്കിയിൽ പാർട്ടി ഓഫീസ്. എന്താ അവസ്ഥയാണല്ലേ. നമ്മുടെ മറുനാടൻ സാജൻകുട്ടനടക്കം അർണബ് കൗമി അടക്കം ഒരുപാട് ആൾക്കാർ ഭയങ്കര രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളായിട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ഞെട്ടിത്തെരിപ്പിക്കുന്ന വാർത്ത. എന്തിനാണ് കോൺഗ്രസ് പാർട്ടി ഓഫീസ് അങ്ങ് തുർക്കിയിൽ കൊണ്ട് തുടങ്ങിയെന്നുള്ളത്. ഏതായാലും ന്യൂസ് ഒന്ന് കണ്ടു നോക്കാം. അർണബിൻ്റെ ന്യൂസ്. നമ്മുടെ BJPയുടെ IT സെൽ ഹെഡ് ഉണ്ടല്ലോ, മറ്റേ അമിത് മാൽവിയ, പുള്ളി വരെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസിലുണ്ട്, ഒന്ന് കേട്ട് നോക്കട്ടോ. Congress party has a registered office in Turkey. I want to ask you something. What kind of business does your party have in Turkey? Did you know, viewers, the Congress party has a registered office in Turkey? എന്ത് ചോദ്യങ്ങളല്ലേ. എടാ മലവാണം അർണബ് കോസാമിയെ, കോൺഗ്രസിന് രജിസ്റ്റേർഡ് ഓഫീസ് ഇൻ ടർക്കി. വാട്ട് കൈൻഡ് ഓഫ് ബിസിനസ് ഡു യു ഹാവ് വിത്ത് ടർക്കി? എടാ വാണമേ, നീയൊക്കെ ചാണകത്തിൻ്റെ ബുദ്ധി. എടാ ചാണകം ചെടിക്കിട്ട് കഴിഞ്ഞാൽ അതൊരു വളമെങ്കിലും ആവും. അറ്റ്ലീസ്റ്റ് ചാണകത്തിൻ്റെ ബുദ്ധിയെങ്കിലും കാണിക്കടാ. ഈ പ്രൊപ്പഗണ്ട ചാനലായിട്ടുള്ള നിൻ്റെ ഒക്കെ വാണ ചാനലുകൾ, അതിനെ കൂട്ടുപിടിക്കാൻ BJPയുടെ IT സെൽ മേധാവി അമിത് മാൾവിയ, അതിനേക്കാ വലിയൊരു തിട്ടം. ഈ തിട്ടങ്ങളെല്ലാവരും കൂടെ പറഞ്ഞു പരത്തുന്ന കാണിക്കുന്ന ഫോട്ടോ ഇസ്താംബുൾ പാർട്ടി കോൺഗ്രസിൻ്റെ അവരുടെ ഓഫീസിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇമാതിരി ഓള പരിപാടി കാണിക്കാൻ നിനക്കൊക്കെ എന്തിൻ്റെ കേടാടാ. രാജ്യത്തെ സംഘികൾ നീയൊക്കെ എന്ത് വാണവർത്താനം പറഞ്ഞു കഴിഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്ത് അതിനെ കൈയടിച്ച് ആ പാവങ്ങളെങ്ങനൊന്നും പറ്റിക്കല്ലേ പ്ലീസ്. നമ്മളിപ്പോൾ കണ്ടതേ, അതായത് ഇന്നലെയാണ് ആ ചാനലിൽ, മറ്റേ റിപ്പബ്ലിക്കൻ ചാനലിൽ അർണബ് ഗോസ്വാമി എന്നല്ല, അർണബ് ചാണകസ്വാമിൻ്റെ ഒരു ചോദ്യം വന്നിട്ട്, അതായത് കോൺഗ്രസ്സിന് തുർക്കിയിൽ രജിസ്റ്റേർഡ് പാർട്ടി ഓഫീസ് ഉണ്ട്. ഭയങ്കര രൂക്ഷമായിട്ട് അതിൻ്റെ ഫോട്ടോ കാണിച്ചത് തുർക്കിയുടെ എന്താ പറയുക പാർട്ടി കോൺഗ്രസിൻ്റെ ഇസ്താൻബുൾ പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു ഓഫീസിൻ്റെ ഫോട്ടോയും വെച്ചിട്ട് അതിനെ കൈയടിച്ച് അതിൻ്റെ താഴത്ത് വൻ ചോദ്യങ്ങൾ ചോദിച്ചു വന്നിട്ടുള്ള കുറേ ചാണകവാണങ്ങൾ മിത്രങ്ങളുടെ അവസ്ഥ ആലോചിച്ചിട്ട് ഇത്രയും സഹതാപമല്ല. അത് എന്താ പറയുക, നമ്മുടെ ചാണകത്തിലെ പുഴുവിൻ്റെ ഒക്കെ ഒരു അവസ്ഥ, നെഗളിക്കുന്ന പുഴുവിൻ്റെ അവസ്ഥ, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് BJPയുടെ IT സെൽ, ഓൾ ഇന്ത്യ IT സെൽ ഹെഡ് അതുപോലെ കുത്തിയെടുത്തിട്ടിട്ട് ഇപ്പുറത്തിട്ട ഫോട്ടോ ആണെങ്കിലോ വീണ്ടും ഇതേ ഫോട്ടോ. ഇവന്മാർക്കൊക്കെ ഇപ്പം നിങ്ങളൊന്ന് പറ, നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പറ, സംഖ്യകളായിട്ട് മാറ്റ്. ഇത് കാണുന്ന ആൾക്കാരെങ്കിലും പറ, ഇമാതിരി ഫേക്ക് ന്യൂസ് ഈ അർണബ് കോസാമി ചാണകസ്വാമിനെ പോലത്തെ ചെറ്റകൾ പറഞ്ഞിട്ട് അവനൊക്കെ തലയിൽ വെച്ച് നടക്കുന്ന പ്രൊപ്പഗണ്ട ചാനലിന് പോലെ അങ്ങനത്തെ ചാനൽ തലയിൽ വെച്ച് നടക്കുന്ന നമ്മുടെ നാട്ടിലെ സംഘിക്കുട്ടന്മാർ എത്ര പാവങ്ങളായിരിക്കും. അത്ര പോലെ ചിന്തിക്കാൻ തലയിൽ തലച്ചോറ് വളരാത്ത ആൾക്കാരല്ലേ. അതിനെതിരെ കോൺഗ്രസ് ഇന്ന് കേസിന് പോയിട്ടുണ്ട്. അതായത് ഇമ്മാതിരി ഉഡായിപ്പ്, ഇമ്മാതിരി ചെറ്റ ന്യൂസ് പറയരുതെന്ന് പറഞ്ഞിട്ട്. എൻ്റെ പൊന്ന് ചാണകങ്ങളെ, അറ്റ്ലീസ്റ്റ് കോമൺ സെൻസ് യൂസ് ചെയ്യണം. ഈ അർണബ് കോസാമിനെ പോലത്തൊക്കെ വേണം. BJPയുടെ തീട്ടം നക്കി എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യും. നിങ്ങളെ അറ്റ്ലീസ്റ്റ് ഒരു ചാണക ബുദ്ധിയെങ്കിലും കാണിക്കണോ, സംഘിൻ്റെ ബുദ്ധിയെങ്കിലും കാണിക്കുക മിനിമം. അങ്ങനത്തെ ബുദ്ധിയൊക്കെ കാണുമ്പോൾ ചാടിക്കയറി ന്യൂസ് ചെയ്യാണ്ട് എന്താണെന്നെങ്കിലും പറ. ഇത് കണ്ടിട്ട് കൈയടിച്ചിട്ട് അതിൻ്റെ താഴത്ത് വന്നിട്ട് രാഹുൽ ഗാന്ധിനെ കുറ്റം പറയാൻ നീയൊക്കെ കാണിച്ച വാണബുദ്ധി ഉണ്ടല്ലോ, റോക്കറ്റ് പോലെ മേലോട്ട് കയറ്റി വിടേണ്ട അവസ്ഥയല്ലേ. ഉണരൂ ഹിന്ദു, ഉണരൂ ഹിന്ദു എന്ന് പറയാൻ പാടില്ല, ഉണരൂ സംഘി ഉണരൂ. ഇനിയെങ്കിലും ചാണകത്ത് ചാലിച്ച് പശുമൂത്രത്ത് ചാലിച്ച് കിടന്നുറങ്ങാണ്ട് കണ്ണ് തുറക്ക്. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചാനലുകളും ഇങ്ങനത്തെ യൂട്യൂബർ കോണകങ്ങളും ചെയ്യുന്ന ന്യൂസിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുക. ഇനിയെങ്കിലും രാജ്യം രക്ഷപ്പെടണമെങ്കിലാണ് പറയുന്നത്. ഇനിയെങ്കിലും ചിന്തിക്കുക. കഷ്ടം.